അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നാളെ നടക്കുന്ന താരീഖിൻ്റെ 6ാം ക്ലാസ്സിലെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നതാണ്. ബ്രാക്കറ്റിൽ കൊടുത്തുള്ളത് വായിക്കാം. കൻആൻ, അലി റളിയല്ലാഹു അൻഹു, ഹന്തമ, സജാഹ്, അസ്മാ റളിയല്ലാഹു അൻഹ 5 ഇമാമുൽ ഹുദ, ബസ്റ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഉലുൽ അസ്മുകൾ 5. 2 ഇസ്രായേൽ വംശത്തിൻ്റെ നാട് കൻആൻ. 3 4 വർഷവും 9 മാസവും ഭരണം നടത്തിയ ആര്? അലി റളിയല്ലാഹു അൻഹു. 4 സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ. 5 കള്ളപ്രവാചകൻ ആരാണ്? സജാഹ്. 6 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ആരാണ്? ഹന്തമ. 7 ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ബസ്റയിലാണ്. 8 ഇമാം അബൂ മൻസൂരിൽ മാതുരിദി റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്ന പേര് ഇമാമുൽ ഹുദ. ഓക്കെ, ഓരോന്നിനും ഓരോ മാർക്കാണ്. രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നതാണ്. അതിലൊന്ന്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? ഫലസ്തീനിലെ ഗസയാണ്. 2 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഫാത്തിമ. 3 ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ജനിച്ച ഹിജറ വർഷം ഹിജറ 93. നാലാമത്തെ ചോദ്യം, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ സാക്ഷാൽ നാമം എന്താണ്? നുഅ്മാനാണ്. 5 ബനു ഹാഷിമിലെ 1ാം ഖലീഫ ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? 2 വീതം എഴുതാനാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ചോദ്യം എന്താണ്? താബിഈ ഉലമാക്കളിൽ പ്രധാനികളെ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ, നാഫിയ, അല്ലെങ്കിൽ സലമത്ത് ബിൻ കുഹൈൽ, ആമിർ ഷാബി. ഏതെങ്കിലും 2 എഴുതും. രണ്ടാമത്തെ ചോദ്യം, അസ്മാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നാവികസേന രൂപീകരിച്ചു, പോലീസ് സേന രൂപീകരിച്ചു. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. 3 ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഷാം നാടുകൾ, ഈജിപ്ത്, ഫലസ്തീൻ. നാലാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവരാരൊക്കെയാണ്? ഖുതൈലത്ത് ബിൻത്ത് അബ്ദുൽ ഉസ്സ, ഉമ്മുർബാൻ ബിൻത്ത് ആമിർ. നാലാമത്തെ ചോദ്യം ഉത്തരം എഴുതാമെന്നതാണ്. അതിലൊന്ന്, ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജറ വർഷം ഏതാണ്? ഹിജറ 333. രണ്ടാമത്തെ ചോദ്യം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ സംസ്കാരത്തിൽ എത്ര പേര് പങ്കെടുത്തു? ഏകദേശം 8 ലക്ഷം പേര്. മൂന്നാമത്തെ ചോദ്യം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ 4 മക്കൾ ആരെല്ലാം? മുഹമ്മദ്, ഹസൻ, ഫാത്തിമ, സൈനബ്. ചോദ്യം 4, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ്? ബഗ്ദാദിലെ മഖബറത്തുൽ ഹൈസറാനിലാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 5, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം എന്നായിരുന്നു? ഗോത്രം ഏതാണ്? ക്രിസ്താബ്ദം 584 ജനിച്ചു. ഖുറൈശിലെ ബനു അദി ഗോത്രത്തിലാണ് ജനിച്ചത്. അഞ്ചാമത്തെ ചോദ്യം ഭരണകാലം എഴുതാമെന്നതാണ്. ഒന്നാമത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 2 വർഷം 3 മാസം. രണ്ടാമത്തത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 12 വർഷം 3. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം 10 വർഷം 6 മാസം 4 ദിവസം. അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷ് ഗോത്രത്തിലെ ഡാഷ് മകൻ മുഹമ്മദ് എന്നിവരുടെയും മകനായി ഹിജറ ഡാഷിൽ ബഗ്ദാദിലായിരുന്നു ജനനം. 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷൈബാൻ ഗോത്രത്തിലെ ഹംബൽ മകൻ മുഹമ്മദ് എന്നിവരുടെയും സൊഫിയ എന്നിവരുടെയും മകനായി ഹിജറ 164 ബഗ്ദാദിലായിരുന്നു ജനനം. ഓക്കെ, എല്ലാവരും വളരെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പഠിച്ച് പ്രിപ്പയർഡായി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല ഉന്നത വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.